Morning students. Yesterday or in our last class we were discussing the Alina's thoughts and activity 2. Here we can move to our next activity, activity 3 in page number 137. Okay, activity 3. Alina played cricket in the ground. Alina ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിച്ചു. ഷീ ലൈക്സ് ഫുട്ബോൾ ടു. അവൾക്ക് ഫുട്ബോളും ഇഷ്ടമാണ്. ഡു യു നോ ഹൗ ദി ഗെയിം ഓഫ് ഫുട്ബോൾ ഈസ് പ്ലേഡ്? ഫുട്ബോൾ എങ്ങനെയാണ് കളിക്കുക എന്ന് നിങ്ങൾക്കറിയാമോ? റീഡ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ഗെയിം ഫുട്ബോൾ. ഇവിടെ ഫുട്ബോളിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണം തന്നിട്ടുണ്ട്. നോക്കൂ, ഫുട്ബോൾ ഈസ് ആൻ ഔട്ട്ഡോർ ഗെയിം. ഫുട്ബോൾ ഒരു ഔട്ട്ഡോർ ഗെയിമാണ്. ഗെയിംസ് രണ്ട് തരമുണ്ട്, ഔട്ട്ഡോറും ഉണ്ട് ഇൻഡോറും ഉണ്ട്. അതായത് റൂമിനകത്തും അല്ലെങ്കിൽ ഹാളിനകത്തും ഒക്കെ കളിക്കുന്ന ഗെയിമുകളുണ്ട്. ചില ഗെയിമുകൾ അങ്ങനെ കളിക്കാൻ കഴിയില്ല, ഔട്ട്ഡോർ ആയിട്ട് പുറത്തേ കളിക്കാൻ, ഗ്രൗണ്ടിലേ കളിക്കാൻ കഴിയുള്ളൂ. അത്തരം കളികളാണ് ഫുട്ബോൾ. യൂഷ്വലി 11 പ്ലെയേഴ്സ് ആർ ദർ ഇൻ എ ടീം. സാധാരണ ഫുട്ബോളിൽ 11 കളിക്കാരാണ് ഉണ്ടാവുക, 11 പ്ലെയേഴ്സ്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ സെവൻസും കളിക്കാറുണ്ട്, ഏഴ് പേരെ വെച്ചിട്ട് കളിക്കാറുണ്ട്. പക്ഷേ ആക്ച്വലി ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ 11 പ്ലെയേഴ്സാണ്, 11 കളിക്കാരാണ്. ദർ ഈസ് എ ഗോൾ പോസ്റ്റ് ഈച്ച് അറ്റ് ബോത്ത് എൻഡ് ഓഫ് ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൻ്റെ രണ്ട് വശത്തും എന്തുണ്ടാവും? ഓരോ ഗോൾ പോസ്റ്റുകൾ ഉണ്ടാവും. ദി ഗോൾ കീപ്പർ സ്റ്റാൻഡ്സ് അറ്റ് ദി ഗോൾ പോസ്റ്റ്. ഓരോ ഗോൾ പോസ്റ്റിലും ഗോൾ കീപ്പർ ഉണ്ടാവും. ഓൺലി ദി ഗോൾ കീപ്പർ ക്യാൻ ടച്ച് ദി ബോൾ വിത്ത് ഹാൻഡ്സ് ഇൻ ദി കോർട്ട്. കൈകൊണ്ട് പന്ത് പിടിക്കാനുള്ള അധികാരം ഗോൾ കീപ്പർക്ക് മാത്രമേ ഉള്ളൂ. ദി ടീം വിച്ച് സ്കോർസ് മോർ ഗോൾസ് വിൻ ദി മാച്ച്. കൂടുതൽ ഗോളടിക്കുന്ന ടീം കളി ജയിക്കുന്നു. യു നോ ഓൾ ദി തിങ്സ് അബൌട്ട് ഫുട്ബോൾ. ഐ തിങ്ക് യു ആർ ഫെമിലിയർ വിത്ത് ദിസ് ഗെയിം. എനിവേ, ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിൽ ഹെൽപ്പ് യു ടു ഡിസ്ക്രൈബ് യുവർ ഫേവറേറ്റ് ഗെയിം. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഗെയിം? ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാണ്? ഈസ് ഇറ്റ് ആൻ ഇൻഡോർ ഓർ ഔട്ട്ഡോർ ഗെയിം? അത് ഇൻഡോർ ഗെയിം ആണോ അതോ ഔട്ട്ഡോർ ഗെയിം ആണോ? ഇപ്പോൾ ഷട്ടിൽ, ബാഡ്മിൻ്റൺ, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇൻഡോർ ഗെയിം ആയിട്ടും കളിക്കാം. ഓക്കെ, ഹൗ മെനി പ്ലേയേഴ്സ് ആർ ദർ ഇൻ ദി ഗെയിം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളിയിൽ എത്ര കളിക്കാരാണുള്ളത്? വാട്ട് ആർ ദി തിങ്സ് നീഡഡ് ടു പ്ലേ ദി ഗെയിം? ഒരു കളി, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ കളിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമായ വസ്തുക്കൾ? വാട്ട് ആർ സം ഓഫ് ദി റൂൾസ് ഓഫ് ദാറ്റ് ഗെയിം? ആ ഗെയിമിൻ്റെ നിയമങ്ങൾ എന്തെല്ലാമാണ്? ഇതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളി ഏതാണ്, അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതുക. മൈ ഫേവറേറ്റ് ഗെയിം. ഇതുപോലെ നമ്മൾ ഈ ഫുട്ബോളിനെ കുറിച്ച് എഴുതിയ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് ഇതാണ്, അത് ഇത്ര ആളാണ് കളിക്കുക, അതിൽ ബാറ്റ്സ്മാൻ ഉണ്ടാവും, ബോളർ ഉണ്ടാവും, ഇതൊക്കെ വെച്ചിട്ട് എഴുതുക. ഇനി വേറെ ഏതെങ്കിലും ഗെയിം ആണെങ്കിൽ വോളിബോളോ ഏത് ഗെയിം വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ഗെയിമാണോ അത് നിങ്ങളിവിടെ അതിനെക്കുറിച്ചൊരു വിവരണം തരിക. ഓക്കെ, ക്ലിയർ. ഇനി അവർ നെക്സ്റ്റ് ആക്ടിവിറ്റി, ആക്ടിവിറ്റി 4. ടീച്ചർ അപ്രീഷിയേറ്റഡ് ദി ചേഞ്ചസ് ഇൻ അലീന. അലീനയിലുള്ള മാറ്റങ്ങൾ ടീച്ചർ അവളെ എന്ത് ചെയ്തു? അലീനയുടെ മാറ്റങ്ങളെ ടീച്ചർ അപ്രീഷിയേറ്റ് ചെയ്തു, പ്രോത്സാഹിപ്പിച്ചു, അല്ലെങ്കിൽ അതിനെ പുകഴ്ത്തി. വാട്ട് വേർ ദോസ് ചേഞ്ചസ്? എന്തൊക്കെ മാറ്റങ്ങളാണ് അലീനയിലുണ്ടായത്? സ്റ്റേഡ് അപ്പ് ലേറ്റ് അറ്റ് നൈറ്റ്. അവൾ രാത്രി വൈകുവോളം ഇരുന്നു പഠിക്കാൻ തുടങ്ങി. വെൻറ്റ് ടു ദി ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ എടുത്തു പഠിക്കാൻ തുടങ്ങി. ലുക്ക്ഡ് അപ്പ് ദി മീനിങ് ഓഫ് വേർഡ്സ് ഇൻ എ ഡിക്ഷണറിയിൽ വേർഡ്സിൻ്റെ മീനിങ് നോക്കാൻ തുടങ്ങി. ബോറോഡ് ബുക്സ് ആൻഡ് റീഡ് ദം. പുസ്തകം കടം വാങ്ങി വായിക്കാൻ തുടങ്ങി കൂട്ടുകാരിൽ നിന്നും മറ്റും. വർക്ക്ഡ് ഹാർഡർ ദാൻ എവർ. മുന്നത്തേക്കാൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ തുടങ്ങി ആ എൽഫ് വന്നതിന് ശേഷം. അലീന. വാട്ട് ഡു യു ഡു ടു സ്റ്റഡി വെൽ? റൈറ്റ് ദം ഇൻ ദി ബോക്സ് ബിലോ. നന്നായി പഠിക്കാൻ നിങ്ങൾ എന്തെല്ലാമാണ് ചെയ്യാറ്? അത് ഈ താഴെ ബോക്സിൽ എഴുതുക. നിങ്ങൾ എന്തൊക്കെ പ്രവൃത്തികളാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാനും നന്നായി പഠിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഈ ബോക്സിൽ എഴുതുക. ഓക്കെ, എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ, പല രീതിയിലായിരിക്കും പലരുടെയും പ്രവർത്തനങ്ങൾ. യു ഡു ഇറ്റ് ആൻഡ് റൈറ്റ് ഹിയർ. ഓക്കെ, ആക്ടിവിറ്റി 5. അലീനാസ് ക്യാറ്റ് ഈസ് എ ക്യൂട്ട് ലിറ്റിൽ വൈറ്റ് ക്യാറ്റ്. അലീനയുടെ പൂച്ച വളരെ ക്യൂട്ടാണ്,
വൈറ്റ് ആണ്, ചെറിയ പൂച്ചയാണ്. നൗ ഡിസ്ക്രൈബ് ദി പെറ്റ്സ് ഓർ ഡൊമസ്റ്റിക് അനിമൽസ് ദാറ്റ് യു സീ ഇൻ ദി പിക്ചേഴ്സ് എബോവ്. ഇവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എ പാരറ്റ്, എ ഡോഗ് ആൻഡ് എ കൗ. ഒരു തത്തയുണ്ട്, നായയുണ്ട്, പശുവുണ്ട്. ഇതൊക്കെ എന്താണ്? പെറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അനിമൽസ് ആണ്, നമ്മൾ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളോ പക്ഷികളൊക്കെയാണ്. ഇനി എന്ത് ചെയ്യണം? ഇവയുടെ ഓരോന്നിനെയും കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന വിവരണം താഴെ എഴുതുക. ഇപ്പോൾ പാരറ്റ് എന്തൊക്കെയാണ് ചെയ്യുക, പാരറ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. അതേപോലെ ഓരോ ജീവിയെയും കുറിച്ച് എഴുതുക. ദെൻ ആക്ടിവിറ്റി 6, 6ാമത്തെ ആക്ടിവിറ്റിയാണ് എക്സാമിൻ ദി വേർഡ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്ത വേർഡ്സ് നോക്കാൻ. ദർ ആർ സം ഫെമിലിയർ വേർഡ്സ് ഹിഡൻ ഇൻ ദം. ചില ഫെമിലിയർ ആയിട്ടുള്ള വാക്കുകൾ അവയിൽ അടങ്ങിയിട്ടുണ്ട്. There are some familiar words hidden in them. Find out the hidden words. One is done for you. Hated. Examine the words given below. There are some familiar words hidden in them. Find out the hidden words. One is done for you. അതായത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള പല വാക്കുകൾ, ഈ വാക്കിൽ നിന്ന് ഓരോ വാക്കും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഹേറ്റഡ് എന്ന ആ വേർഡിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വാക്കാണ് ഹാറ്റ്. അതുപോലെ എയ്റ്റ്, അതിലെ വേർഡ്സ് അറേഞ്ച് ചെയ്താൽ ഈ 2 വാക്കും കിട്ടും. അതേപോലെ റിങ്കിൾഡിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 വാക്ക് അപ്പുറത്ത് എഴുതുക. അപ്പിയേർഡ് എന്നതിൽ നിന്ന് എന്തൊക്കെ മോൾഡ് ചെയ്യാം അത് എഴുതുക. വാട്ട് എവർ, കിച്ചൺ, ഡൗൺ, ടീച്ചർ. ഇതിലെ വേർഡ്സ് റീഅറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് 2 വാക്കുകൾ ഉണ്ടാക്കാൻ കഴിയും, അത് എഴുതാം. ദെൻ ആക്ടിവിറ്റി 7. ദി ടീച്ചേഴ്സ് സെഡ് ദാറ്റ് അലീന വാസ് എ മോഡൽ കിഡ്. ടീച്ചേഴ്സ് അലീനയോട് പറയുന്നുണ്ട്, അലീന ഒരു മോഡൽ കിഡാണ്, ഒരു മാതൃകാ കുട്ടിയാണ്. ഗിവൺ ബിലോ ആർ സം ഓഫ് ദി ഗുഡ് ക്വാളിറ്റീസ് ദേ ഫൗണ്ട് ഇൻ ഹെർ. അലീനയുടെ കുറച്ച് നല്ല ഗുണങ്ങളാണ് അവർ കണ്ടെത്തിയത്. കീപ്പ് ഹെർ റൂം ക്ലീൻ. അലീന അവളുടെ റൂം ക്ലീനായി കീപ്പ് ചെയ്യും. ഓൾവേസ് ചിയർഫുൾ. അലീന എല്ലായ്പ്പോഴും സന്തോഷവതിയാണ്. നെവർ റൂഡ്. മറ്റുള്ളവരോട് മോശമായി പെരുമാറില്ല. ഗെറ്റ്സ് ഗുഡ് ഗ്രേഡ് ഇൻ ഓൾ സബ്ജക്ട്സ്. എല്ലാ വിഷയത്തിലും നല്ല മാർക്ക് ലഭിക്കുന്നു. നൗ റൈറ്റ് ഡൗൺ എ ഫ്യൂ ഗുഡ് ക്വാളിറ്റീസ് ദാറ്റ് യു സീ ഇൻ യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ കാണുന്ന ചില നല്ല ഗുണങ്ങൾ എഴുതാൻ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൽ കാണുന്ന നല്ല ഗുണങ്ങൾ നിങ്ങൾ എഴുതുക. ദെൻ ആക്ടിവിറ്റി 8, പേജ് നമ്പർ 140. ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ഗിവൺ ബിലോ. ദിസ് വാസ് അലീനാസ് റൂം ബിഫോർ ഷീ ചേഞ്ച്. അലീനക്ക് മാറ്റം വരുന്നതിന് മുമ്പുള്ള അലീനയുടെ റൂമാണ് ഈ ചിത്രത്തിൽ. ഇറ്റ് വാസ് ഇൻ എ മെസ്. അതാകെ മെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലങ്കോലമായി കിടക്കുകയാണ്. റൈറ്റ് ഡൗൺ എ ഫ്യൂ സജഷൻസ് യു വുഡ് ഗിവ് ഹെർ ടു അറേഞ്ച് ദി റൂം. അപ്പോൾ ഈ റൂം അറേഞ്ച് ചെയ്യാൻ ചില സജഷൻസ് കൊടുക്കുക. 1 ഈസ് ഡൺ ഫോർ യു. ഉദാഹരണത്തിന് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. എന്താണ്? കീപ് ദി ബുക്സ് ഓൺ ദി ബുക്ക് റാക്ക്. അതിൽ ബുക്ക് റാക്ക് ഉണ്ട്, അവിടെ എന്ത് വെക്കുക? ബുക്സ് ആ ബുക്ക് റാക്കിൽ വെക്കുക. അതേപോലെ ആ തലയിണ, പില്ലോ എവിടെ ഇടണം വെച്ചാൽ അത് അവിടെ വെക്കുക. ബോൾ എവിടെയാണ് വെക്കേണ്ടത് വെച്ചാൽ അത് അവിടെ വെക്കുക. ബാറ്റ് എവിടെയാണോ അതിന് സ്ഥാനം. ബാഗ് എവിടെയാണോ, അങ്ങനെയുള്ള ചെരുപ്പ് എവിടെയാണോ, ഷൂ എവിടെയാണോ, അതൊക്കെ അതിൻ്റേതായ സ്ഥാനങ്ങൾ ഏതാ വെച്ചാൽ അത് നിങ്ങൾ യു ഫിൽ ഇറ്റ്. ക്ലിയർ? Another one is a project work. It's also very simple activity. Given in the box are activities usually done by children. കുട്ടികൾ ചെയ്യുന്ന ചില പ്രവർത്തികളാണ്. അലീന does many of these herself. ഇതിൽ പലതും അലീന ഒറ്റയ്ക്ക് ചെയ്യും. But she needs the help of her parents for doing some things. ചിലത് ചെയ്യാൻ അവൾക്ക് പാരൻസിൻ്റെയോ മറ്റുള്ളവരുടെയോ സഹായം വേണം. ഇവിടെ എന്തൊക്കെയാണ്? സെറ്റിംഗ് ദി സ്കൂൾ ബാഗ് റെഡിയാക്കുക. ഡൂയിങ് ഹോംവർക്ക് ചെയ്യുക. ക്ലീനിങ് ദി റൂം ക്ലീൻ ചെയ്യുക. ഫില്ലിംഗ് ദി വാട്ടർ ബോട്ടിൽ നിറക്കുക. സ്വീപ്പിംഗ് ദി ഫ്ലോർ, തറ അടിച്ചു വാരുക. ടേക്കിംഗ് ബാത്ത്, കുളിക്കുക. കുക്കിംഗ്. പാക്കിംഗ് ലഞ്ച് ബോക്സ്. പുട്ടിംഗ് ഡ്രസ്സ് ധരിക്കുക. വാഷിംഗ് ദി പ്ലേറ്റ്സ് ആൻഡ് ഗ്ലാസ്. ലുക്കിംഗ് ആഫ്റ്റർ പെറ്റ് നമ്മുടെ മൃഗങ്ങളെ, നമ്മുടെ വളർത്തുമൃഗങ്ങളെ ഓമനിക്കുക. മേക്കിംഗ് അപ്പ് ദി ഫേസ്, മുഖം മേക്കപ്പ് ചെയ്യുക. ഷോപ്പിംഗ് നടത്തുക. വാട്ടറിങ് ദി പ്ലാന്റ്സിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ക്ലീനിങ് ദി ചപ്പൽസ്, ചെരുപ്പൊക്കെ ക്ലീൻ ചെയ്യുക.
കട്ടിങ് വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, മേക്കിംഗ് ദി ബെഡൊക്കെ ക്ലിയർ ആക്കുക. ഇങ്ങനെ പല പല ജോലികൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ ഹൗ മെനി ഓഫ് ദീസ് ക്യാൻ യു ഡു ഓൺ യുവർ ഓൺ? ഇതിൽ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഐ ഡു ഓൺ മൈ ഓൺ എന്ന ആ കോളത്തിൽ എഴുതുക. ഈ തന്ന ജോലികളിൽ എന്തെല്ലാം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും അത് ആ കോളത്തിൽ എഴുതുക. അതുപോലെ ഫോർ വിച്ച് വൺ ഡു യു സീക്ക് ദി ഹെൽപ്പ് ഓഫ് അതേഴ്സ്? മറ്റുള്ളവരുടെ സഹായത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികൾ ഐ ഡു വിത്ത് അതേഴ്സ് ഹെൽപ്പ് ആ കോളത്തിൽ എഴുതുക. ഐ കാൺ ഡു, അതായത് വിച്ച് ഓഫ് ദീസ് യു കാൺ ഡു അറ്റ് ഓൾ? നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത ജോലികൾ ഐ കാൺ ഡു എന്ന ആ കോളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായ വർക്കാണ്. വാട്ട് ആർ ദി ആക്ടിവിറ്റീസ് യു ഹാവ് റിട്ടൺ ഇൻ കോളം 1? ഒന്നാമത്തെ കോളത്തിൽ ചെയ്ത ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് എഴുതി നോക്കുക. സിറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഹാവ് റിട്ടൺ ഇൻ ദി കോളംസ്. നിങ്ങളുടെ സുഹൃത്തുക്കളും ഓരോ കോളത്തിൽ ഏതൊക്കെ ആക്ടിവിറ്റീസ്, ഏതൊക്കെ വർക്കുകളാണ് എഴുതിയെന്ന് ശ്രദ്ധിക്കുക. വാട്ട് ഫൈൻഡിങ്സ് ഹാവ് യു അറൈവ്ഡ് അറ്റ്? അപ്പോൾ എന്ത് എത്തിച്ചേരലിലാണ് നിങ്ങൾ എത്തിയത്? നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒരേപോലത്തെ കഴിവാണോ ഉള്ളത്? റൈറ്റ് ദം ഇൻ ദി ബോക്സ് ബിലോ. അത് താഴെയുള്ള ബോക്സിൽ എഴുതുക. എന്താണ് നിങ്ങളുടെ കണ്ടെത്തൽ വെച്ചാൽ അത്. ഇനി മൈ വേർഡ്സ്. റീഡ് ദി സെൻറ്റൻസസ് ഗിവൺ ബിലോ. താഴെ കുറേ സെൻറ്റൻസുകളുണ്ട്. ഇതിൽ ഈ പറഞ്ഞ സെൻറ്റൻസുകളിലൊക്കെ അണ്ടർലൈൻ ചെയ്ത വാക്കുകളൊക്കെ നമ്മൾ പാഠഭാഗത്തിൽ കണ്ട് പരിചയിച്ച വാക്കുകളാണ്. ഹെയ്റ്റ്, യെൽഡ്, ഗ്രാബ്ഡ്, അമേസ്ഡ്, റിങ്കിൾഡ്, കിക്ക്ഡ്, പാറ്റഡ്, ചിയർഫുൾ, റൂഡ്, സ്ക്രാപ്പ്. ഈ വാക്കുകളൊക്കെ നമ്മൾ പാഠഭാഗങ്ങളിൽ കണ്ടതാണ്. ഒരുവിധം എല്ലാ വാക്കിൻ്റെ മീനിങ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസ്കസ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഈ വാക്കെടുത്ത് ഡിക്ഷണറി നോക്കിയാൽ നിങ്ങൾക്ക് ആ വേർഡിൻ്റെ മീനിങ് കണ്ടെത്താൻ സാധിക്കും. ഈ വാക്കുകൾ എക്സാമിൻ ദി വേർഡ്സ് അണ്ടർലൈൻ ഇൻ ഈച്ച് സെൻറ്റൻസ്. ഓരോ സെൻറ്റൻസിലെ ഈ വാക്കുകൾ അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ ശ്രദ്ധിക്കുക. ദി മീനിങ് ഓഫ് ദി വേർഡ്സ് ആർ ഗിവൺ ബിലോ. Write the numbers of the sentences in the boxes provided. Again the meaning of the respective words. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഇപ്പോൾ ഷൗട്ടഡ് ലൗഡ്ലി എന്നാണ് ഇതിലെ ഒരു വാക്കിൻ്റെ അർത്ഥം. അതേതാണ്? ഉദാഹരണത്തിന് ഷൗട്ടഡ് ലൗഡ്ലി, ഉച്ചത്തിൽ നിലവിളിച്ചു. അതേതാണ്? യെൽഡ് അല്ലേ? യെൽഡ് എന്ന വാക്കാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ആണ് ഷൗട്ടഡ് ലൗഡ്ലി. അപ്പോൾ ആ യെൽഡ് എന്നത് എത്രാമത്തതാണ്? രണ്ടാമത്തെ സെൻറ്റൻസ്. അപ്പോൾ അവിടെ 2 എന്ന് എഴുതിക്കുക. ഓക്കെ, അങ്ങനെ ഓരോന്നും ചെയ്യാം. ക്ലിയർ? ഒരു ലാസ്റ്റ് വൺ. ഹിയർ ആർ സം ഇവൻറ്റ്സ് ഫ്രം ദി സ്റ്റോറി ഓഫ് അലീന. ദേ ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ. അറേഞ്ച് ദി ഇവൻറ്റ്സ് ഇൻ ദി ഓർഡർ ഓഫ് ദേ ഒക്കേർഡ് ഇൻ ദി സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഇൻ ദി ബോക്സ് ബിലോ. അത് അലീനയുടെ ആ കഥയിലെ ചില ഇവൻറ്റ്സാണ്, സംഭവങ്ങളാണ്. അത് ജംബിൾഡ് ഓർഡറിലാണ് എഴുതിയിട്ടുള്ളത്. അതായത് അലീന വെൻറ്റ് ടു ദി ലൈബ്രറി, ഏതാണോ ആദ്യം സംഭവിച്ചത് അത് ആദ്യം എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഓർഡർ ക്ലിയർ ആക്കിയിട്ട് ഇവിടെ താഴെ എഴുതുക. ഏറ്റവും അവസാനം സംഭവിച്ചത് അവസാനം, ആദ്യം സംഭവിച്ചത് ആദ്യം. ഓക്കെ, ദാറ്റ്സ് ഓൾ. I think now this unit is complete. Next we have to move to our 7th unit that we can do in our next class. Do all these activities yourself. The 90% of these activities are very simple that you can do easily. And if you have any doubt, you can consult a dictionary or you can watch the earlier classes we have discussed. Okay, and if you have any doubt, in case you can ask me also. Okay, thank you.